നമസ്കാരം. ആദ്യം ഒന്ന് പകച്ചു നിന്ന ശേഷം ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നു. എങ്കിലും മൗനം ഇപ്പോഴും തുടരുകയാണ്. തൊട്ടയൽപക്കത്ത് ഒരു ഇറാനിയൻ കപ്പലിനെ അമേരിക്കൻ അന്തർവാഹിനി മുക്കിയതിന് ശേഷം ഇന്ത്യയുടെ പ്രതികരണം നിശബ്ദമായിരുന്നു. സ്ട്രാറ്റജിക് സൈലൻസ് എന്നൊക്കെ സ്ട്രാറ്റജിക് ജാർഗണിൽ പറയാമെങ്കിലും വളരെയധികം പബ്ലിക് വിമർശം ഇതിനെക്കുറിച്ച് ഇന്ത്യ നേരിടേണ്ടി വന്നു. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇന്ത്യ പ്രതികരിക്കുന്നില്ല എന്നും ഇന്ത്യയുടെ അതിഥിയായി വന്ന ഒരു കപ്പലിനെ അമേരിക്ക ആക്രമിച്ചത് വഴി ഇന്ത്യയാണ് അമേരിക്ക നാണം കെടുത്തിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോട് തീരെ പ്രതികരിക്കാത്തത് വഴി കൂടുതൽ കൺഫ്യൂഷൻ ഇന്ത്യൻ തലസ്ഥാനത്തുണ്ട് എന്ന ഒരു ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇടയാക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഈ മൗനം. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ആ സ്റ്റേറ്റ്മെൻറ്റിൽ അഭയം തേടി വന്ന മറ്റൊരു ഇറാനിയൻ കപ്പലിനെ IRIS ലവാൻ എന്ന കപ്പൽ കൊച്ചിയിൽ അടുപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ലവാൻ എന്ന് പറയുന്ന കപ്പൽ ഒരു ലാൻഡിംഗ് ഷിപ്പാണ്. ലാൻഡിംഗ് ഷിപ്പ് എന്ന് പറയുമ്പോൾ ഹെവി ആർമറി, പട്ടാള ടാങ്കുകൾ അടക്കമുള്ള ഹെവി ആർമറി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തരം വലിയ ഷിപ്പാണ് IRIS ലവാൻ. തൊട്ടു മുമ്പ് ശ്രീലങ്കയിൽ അഭയം നൽകിയ ബുഷേർ എന്ന് പറയുന്ന കപ്പൽ ഒരു സപ്ലൈ ഷിപ്പാണ്. ഓയിലടക്കം മറ്റ് സപ്ലൈ അടക്കം എല്ലാം കടലിലുള്ള തങ്ങളുടെ രാജ്യത്തെ മറ്റ് നാവിക കപ്പലുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന തരം സപ്ലൈ ഷിപ്പാണ്. അപ്പോൾ IRIS ലവാൻ കൊച്ചിയിൽ അടുക്കുവാനും അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ റിപ്പയറിംഗ് നടത്തുവാനും ഇന്ത്യ അനുമതി നൽകുന്നത് വഴി അമേരിക്ക കാണിച്ച ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിൽ നടത്തിയ ഈ തോന്നിവാസത്തിനോട് ഇന്ത്യ മറ്റൊരു രീതിയിലെങ്കിലും പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ തൻ്റെ ഇറാനിയൻ കൗണ്ടർപാർട്ടായ സയ്യിദ് അബ്ബാസ് അഗ്രാച്ചിയെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും ലോകം ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ ഒരു പ്രതികരണം എന്ന രീതിയിൽ പ്രത്യേകിച്ച് അപകടത്തിലായേക്കാമായിരുന്ന മറ്റൊരു കപ്പലിന് അഭയം കൊടുക്കുന്നത് വഴി ആ നാവികരെ കൊച്ചി നേവൽ ബേസിലുള്ള സങ്കേതങ്ങളിൽ താമസിപ്പിക്കുന്നത് വഴി ലവാൻ ഷിപ്പിന് വേണ്ട റിപ്പയറിംഗ് നടത്തുവാൻ എഗ്രി ചെയ്യുന്നത് വഴി ഇന്ത്യ ഈ യുദ്ധത്തിൽ അമേരിക്ക കാണിച്ച അനീതിയോട് ചെറിയ രീതിയിലുള്ള നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയുടെ മുഖത്തേറ്റ അടി എന്ന് മാതൃഭൂമി ഇതെ വിശേഷിപ്പിച്ചപ്പോൾ അത്രയും കടുത്ത് പറയേണ്ടതുണ്ടോ എന്ന സംശയം രേഖപ്പെടുത്തിയവരുണ്ട്. ആ എല്ലാ വിമർശനത്തെയും വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. എങ്കിലും പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് വെറും ഒരു ഡിപ്ലോമാറ്റിക് തലത്തിലല്ല. അത് നാവികസേനയുടെ തലത്തിൽ തന്നെ അനേകം കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ലെമോവ കരാറുണ്ട്. അതായത് ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെൻ്റ് എന്നാണ് ലെമോവ കരാറിൻ്റെ രീതി. അതായത് ഒരു അമേരിക്കൻ കപ്പലിനോ ഇന്ത്യൻ കപ്പലിനോ തങ്ങളുടെ അതത് മേഖലയിൽ വെച്ച് ആവശ്യങ്ങൾ നേരിട്ടാൽ പരസ്പരം സഹായിക്കാനുള്ള ഒരു വളരെ പെരിഫറലായിട്ട് തന്നെ വിലയിരുത്തുകയാണെങ്കിൽ, അതുപോലെ കോംകാസ എന്നുള്ള വളരെ മേജർ ഒരു എഗ്രിമെൻ്റ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2018 കോംകാസ എഗ്രിമെൻ്റ് ഒപ്പിടുന്നത്. അതനുസരിച്ചിട്ട് അത് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിക് എക്സ്ചേഞ്ചാണ് അത് ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റി ആവശ്യങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മൂന്നോ നാലോ മറ്റ് കരാറുകളുണ്ട്. പക്ഷേ ഈ ലെമോവ കരാറും കോംകാസ കരാറിൻ്റെയും പ്രാഥമികമായ ഒരു വിശ്വാസം, പരസ്പര വിശ്വാസം പോലും അമേരിക്ക പാലിച്ചില്ല എന്നതാണ് ഇന്ത്യയെ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തുന്നത് വഴി ഇന്ത്യയെ ഒരു വല്ലാത്ത ഒരു ക്രോസ് റോഡ്സിൽ എത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതും വിലയിരുത്തപ്പെടുന്നതും ലോകമാകെ. പുതിയ ഡെവലപ്മെൻറ്റ് പ്രകാരം ഈ ഇന്ത്യയിൽ അഭയം തേടിയ ഈ കപ്പലിനൊപ്പം തന്നെ ഈ ആക്രമിക്കപ്പെട്ട് മുക്കിയ IRIS ദേന എന്ന ഷിപ്പിനും ഇന്ത്യ സഹായം ഓഫർ ചെയ്തിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഈ 3 കപ്പലുകളും ബുഷേറും ലവാനും ദേനയും ഇന്ത്യയോട് അല്ലെങ്കിൽ ഇറാനിയൻ നാവികസേന ഈ 3 കപ്പലുകൾക്കും വേണ്ട താവളം ഒരുക്കണം എന്നുള്ളത് മാർച്ച് 1 തന്നെ ലോകത്തെ രാജ്യങ്ങളെ അറിയിച്ചിരുന്നു. അതായത് ഇന്ത്യൻ ഓഷ്യൻ നെയ്ബർഹുഡ് രാജ്യങ്ങൾ, അവരുടെ സൗഹൃദമുള്ള രാജ്യങ്ങളെ അറിയിച്ചിരുന്നു. തീർച്ചയായും ആ അഭ്യർത്ഥന ആദ്യം ഇന്ത്യയിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ വിലയിരുത്താൻ കാരണം ഇന്ത്യയുടെ അതിഥിയായി വന്നതാണ് IRIS ദേന എന്ന ഷിപ്പ്. അത് കൊച്ചിയിൽ വന്നോട്ടെ എന്ന് നമ്മൾ അവരെ അറിയിച്ചുവെന്നും ആ യാത്രക്കിടയിലാണ്
അമേരിക്കൻ അന്തർവാഹിനി ആക്രമിക്കുന്നതെന്നുമാണ് പുതിയതായി ഇന്ത്യയുടെ അവകാശം. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇത്രയും തൊട്ടരികിലൂടെ, അതായത് ഇൻ്റർനാഷണൽ 40 കിലോമീറ്റർ 40 നോട്ടിക്കൽ മൈൽ അപ്പുറത്തൂടെയാണ് നീങ്ങിയിരുന്നത്. എന്ന് വെച്ചാൽ ഹൈ സീസ് എന്ന് നേവി ഭാഷയിൽ വിശേഷിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ വാട്ടേഴ്സിനും എക്കണോമിക് സോണിനും ഇടയിലുള്ള ഒരു പ്രദേശം. ശരിക്കും ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ് ഏതാണ്ട് ആ പ്രദേശം വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് ആക്രമിക്കുന്നത് വഴി വീണ്ടും നമ്മൾ ആദ്യ വീഡിയോയിൽ വിലയിരുത്തിയ പോലെ ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിലേക്ക് കൂടി ഈ ഒരു ടെൻഷൻ കൊണ്ടുവരേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കപ്പലിന് അഭയമൊരുക്കാൻ ഒരു പക്ഷേ ഇന്ത്യ സങ്കോചം കൂടാതെ പെട്ടെന്ന് തന്നെ എഗ്രി ചെയ്തത്. അപ്പോൾ ആദ്യത്തെ അഭ്യർത്ഥന എന്തുകൊണ്ട് ചെവി കൊള്ളാതെ പോയി? അല്ലെങ്കിൽ IRIS ദേനയുടെ ഭാഗത്തു നിന്നും IRIS ദേനയ്ക്ക് വേണ്ടിയും ഇറാനിയൻ നാവികസേന ഇന്ത്യയോട് നടത്തിയ അഭ്യർത്ഥന ഒരു തീരുമാനമെടുക്കുന്നതിൽ ഇന്ത്യ കൂടുതൽ സമയമെടുത്തു. ആ തീരുമാനമെടുക്കുന്നതിൽ വന്ന താമസമാണോ അതിലെ 80ഓളം നാവികരെ മരണത്തിലേക്ക് തള്ളിയിട്ടത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ. കാര്യം ഇന്ന് ഇന്ത്യ ഒരു പക്ഷേ ലവാന് അഭയമൊരുക്കുമ്പോഴും നിശബ്ദത പാലിക്കുകയാണ്. എങ്കിൽ IRIS ബുഷേർ എന്ന കപ്പലിനെ ശ്രീലങ്ക അഭയം കൊടുത്ത ശേഷം ശ്രീലങ്കയുടെ പ്രസിഡന്റ് ദിസനായകെ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞു, നമ്മളൊരു ചെറിയ രാജ്യമായിരിക്കാം, പക്ഷെ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡുള്ള രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുമാകട്ടെ, നമ്മൾ ഐക്യരാഷ്ട്രസഭ വെച്ചിട്ടുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ അനുസരിച്ചാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അദ്ദേഹം തുറന്നു പറയുകയാണ്, കൊളംബോ പോർട്ടിൽ ഈ കപ്പലിനെ നിർത്തിയിടാനാവില്ല. കാര്യം മറ്റ് കൊളംബോ ആശ്രയിക്കുന്ന ധാരാളം ഷിപ്പിംഗ് ലൈനുകളുണ്ട്, ഷിപ്സ് ഉണ്ട്. അത്തരം കമ്പനികളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു പോർട്ടിലേക്ക് ഈ കപ്പലിനെ റിപ്പയറിങ്ങിനായി മാറ്റാം, നാവികരെ സുരക്ഷിതമായി ഒരിടത്ത് താമസിപ്പിക്കാം. ഇന്ത്യയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ചെറിയ ആളുകളിൽ നിന്നും നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും എന്നുള്ള ഒരു ഉദാഹരണം കൂടിയായിട്ട് ഈ പ്രവൃത്തിയെ കാണേണ്ടതുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ നയം ധാരാളം വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് ഒരു പക്ഷേ ഇനിമേൽ ഒരു ഫെൻസിറ്ററായി ഇരിക്കാതെ വ്യക്തമായ നയത്തോടെ, വ്യക്തമായ അഭിപ്രായ പ്രകടനത്തോടെ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വരണം. എങ്കിലേ ഒരു പവർഫുൾ നേഷൻ അണ്ടർ എ പവർഫുൾ പ്രൈം മിനിസ്റ്റർ എന്ന അവകാശത്തിനെ ജനം മുഖവിലയ്ക്ക് എടുക്കുകയുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം, ഒരിക്കലും ഒരു നാവികസേനയുടെ നീക്കങ്ങൾ മറ്റൊരു അയൽ രാജ്യത്തെ അറിയിക്കണമെന്ന് നിയമമൊന്നുമില്ല. എങ്കിലും ഈ നേരത്തെ നമ്മൾ പരാമർശിച്ച ഈ 2 എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് അതിൽ കോംകാസ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫ്ലീറ്റ് റിവ്യൂവും മിലൻ 2026 എന്നുള്ള നാവികസേന എക്സസൈസും കഴിഞ്ഞ ഉടനെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മര്യാദ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കാരണം അമേരിക്കൻ നാവികസേന ഈ ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിലും പ്രത്യേകിച്ച് ചൈനയുടെ ബോർഡറിങ് ഏരിയയിലും ഇന്ത്യയുടെ തീരത്തും ഒക്കെ ധാരാളമായി എപ്പോഴും നാവിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, എപ്പോഴും 1-2 ന്യൂക്ലിയർ അന്തർവാഹിനികൾ ഈ പ്രദേശത്ത് പെട്രോളിംഗ് മാതിരി നടത്താറുണ്ട്. പല രാജ്യങ്ങളും ഇന്ത്യയും മറ്റു രാജ്യങ്ങളുടെ സമീപത്തോടൊക്കെ യാത്ര ചെയ്യാറുണ്ട്, അപ്പോൾ നടത്താറുണ്ട്. എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പോർട്ട് ബ്ലോക്കേഡ് മാതിരി മുന്നിൽ കണ്ടാണോ അമേരിക്ക ഈ ഒരു തീരുമാനത്തിലെത്തിയത് എന്നാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഒരു നാവിക യുദ്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ രീതിയിൽ ഒരു വിലക്ക് ഏർപ്പെടുത്താനാവുന്നത് ഒരു പോർട്ടിന്, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അധികം കമ്മോഡിറ്റി എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു പോർട്ടിനെ ബ്ലോക്കേഡ് നടത്തിക്കൊണ്ടാണ്. 70-ലെ യുദ്ധത്തിന് ഇന്ത്യ കറാച്ചി പോർട്ട് ബ്ലോക്കേഡ് നടത്തിയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കാർഗിൽ യുദ്ധം വന്ന സമയത്തും ഇന്ത്യയുടെ എല്ലാ നാവിക ശക്തിയും കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് നീക്കുകയും ആ പടിഞ്ഞാറ് കറാച്ചി പോർട്ടിന് സമീപം നിലയുറപ്പിക്കുകയും ആ കറാച്ചി പോർട്ടിലേക്കുള്ള കപ്പലുകളുടെ വരവിനെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ മുതിർന്നു. അത് പാകിസ്ഥാൻ്റെ പെട്ടെന്നുള്ളൊരു കീഴടങ്ങലിന് അതൊരു കാരണമായി എന്ന് പറയുന്നതുകൊണ്ട്. അതേപോലെ തന്നെ ചൈന ഇറാൻ്റെ സഹായത്തിന് എത്താതെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു നയം തന്നെ ഉണ്ടാവാം. ഒരിക്കലും ഒരു നാവിക യുദ്ധം നടക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല ഒരു നേവൽ ഡോക്ട്രിൻ. പല സിനാരിയോ മുന്നിൽ കണ്ട ശേഷം അവിടെ ഏതൊക്കെ പ്രോബിലിറ്റി ഉണ്ടാവും എന്ന കൃത്യമായ കണക്കുകൂട്ടലോടെ ആ ഒരു രീതി ഉണ്ടായാൽ അതിനെങ്ങനെ പ്രതികരിക്കണമെന്ന എക്സസൈസും ട്രെയിനിങ്ങിനും ശേഷം തന്നെയാണ് ഏതൊരു നേവിയും പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടേതാകട്ടെ മറ്റ് ശക്തമായ നാവികസേനയുള്ള ഏതൊരു രാജ്യത്തിൻ്റെയും ആകട്ടെ. പ്രത്യേകിച്ച്
ന്യൂക്ലിയർ സബ്മറീനുള്ള നേവികൾക്ക് നമ്മൾ ബ്ലൂ വാട്ടർ നേവി എന്ന് പറയും. ഇന്ത്യക്ക് 3ാമത്തെ ന്യൂക്ലിയർ അന്തർവാഹിനി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളും ഒരു ബ്ലൂ വാട്ടർ നേവിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലൂ വാട്ടർ നേവിയുടെ ഓപ്പറേഷൻ മാനുവലിൽ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കും എപ്പോഴും നമ്മുടെ ഒരു ത്രെറ്റ് പെർസെപ്ഷനുള്ള പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുവാൻ ഉള്ള രീതിയിലാണ് ആ സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്. അമേരിക്കയുടെ സ്ട്രാറ്റജിയിൽ തീർച്ചയായും ഇന്ത്യൻ ഓഷ്യൻ ഏരിയ അവരുടെ ഒരു പ്രൈമറി ലെവലിൽ തന്നെയുണ്ട്. കാരണം ഈ ഏരിയയിൽ തന്നെ കുറച്ച് തെക്ക് മാറി കിടക്കുന്ന ഡിഗോ ഗാർഷ്യ ദ്വീപ് സമൂഹം അവരുടെ വളരെ ശക്തമായ ഒരു നേവൽ ബേസാണ്. അപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് വന്നതാവാം ഈ ലോസ് ഏഞ്ചൽസ് ക്ലാസ് അന്തർവാഹിനി എന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുടെ സമീപത്തുണ്ടായ ഈ ആക്രമണം ഇന്ത്യയെ അറിയിക്കണം എന്നില്ലെങ്കിൽ പോലും ആക്രമണം നടത്തിയ ശേഷം ഇന്ത്യയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അമേരിക്കയ്ക്കുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അവർ മുറിവേറ്റവരെയും കടലിൽ ചാടിയവരെയും രക്ഷിക്കാൻ ഉള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു. അതില്ലെങ്കിൽ പോലും ഇത്രയും ശക്തമായ സൗഹൃദം അവകാശപ്പെടുന്ന ഇന്ത്യയെ ഇങ്ങനെ ഒരു നാണക്കേടിനെ പടുകുഴിയിൽ തള്ളിയിടാതെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നും ആ ഒരു ഇനീഷ്യൽ പ്രൈമറി റിപ്പോർട്ടിംഗ് ഇന്ത്യക്ക് നൽകേണ്ടതായി ഉണ്ട് എന്നുമാണ് ലോകം ഇന്ന് ചിന്തിക്കുന്നത്.